ഹായ് എവ്രി വൺ. അടുക്കളയിൽ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ്. അപ്പം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ള ഒരു സംഭവമായിരിക്കും പഞ്ഞിമുട്ടായി എന്ന് പറയുന്നത്. വലിയ ഹെൽത്തി അല്ല സംഭവം, വന്നിട്ട് ഷുഗർ ആണ്. ബട്ട് ഈവൻ ദോ ഒരു ടേസ്റ്റ് വൈസ് നമുക്ക് എപ്പോഴും ഓർമ്മയിലുള്ള ഒരു സംഭവമായിരിക്കണം അല്ലേ പഞ്ഞിമുട്ടായി എന്ന് പറയുന്നത്. നമുക്ക് അതിന്നൊന്ന് നമ്മുടെ കിച്ചണിൽ ഉണ്ടാക്കി നോക്കാം. ഈസിയാണ് ഉണ്ടാക്കാൻ, കുറച്ച് കണക്കൂട്ടലുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് റെഡി ആവണം, അത്രയേ ഉള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ആദ്യം തന്നെ 1.5 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ. അപ്പം ഇതൊരു കപ്പായിട്ടുണ്ട്. അത് നല്ല ഇങ്ങനെ പരത്തിയിട്ട് കൊടുക്കണേ. 1/2 കപ്പ് കൂടെ ഇടുന്നുണ്ട് കേട്ടോ. ഇനി വന്നിട്ട് നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് വേണ്ടത്. ഞാൻ ഗ്യാസ് സിമ്മിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിവിടെ കിടന്നാവട്ടെ, നമുക്ക് അടുത്ത ഗ്യാസിൽ നമ്മൾ അടുത്ത പണി നോക്കാം. ഇതിവിടെ കിടന്ന് ഇനി തിളച്ച് ഇങ്ങനെ ഉരുകി വന്നോളൂ കേട്ടോ. അത് അടുത്ത പാനിൽ വന്നിട്ട് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ്. നിങ്ങൾക്ക് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല കേട്ടോ, ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ അതെന്താ വെച്ചാൽ അരിച്ചെടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ പിന്നെ മിക്സിയിലിട്ട് അടിച്ചെടുക്കുക ചെയ്തത്, വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ല. ഒരു 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് നമ്മുടെ കടലപ്പൊടി ഇല്ലേ, ബേസൻ പൗഡർ, അതിട്ട് കൊടുത്ത് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ ഒരു പച്ച മണം ഉണ്ടാവുമല്ലോ, അത് മാറുന്നത് വരെ നന്നായിട്ട് നമ്മൾ വഴറ്റി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആ സമയം നമ്മുടെ ഇവിടെ റെഡി ആവുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വന്നിട്ട് നമുക്ക് ഈ ഒരു ബേസൻ പൗഡറിൽ നന്നായിട്ട് ഞാൻ ഒരു 5 മിനിറ്റോളം എന്താണെങ്കിലും നിങ്ങൾ ഇളക്കി കൊടുക്കേണ്ടി വരും കേട്ടോ, ആ ഒരു പച്ചമണം മാറാനായിട്ട്. പിന്നെ അതിലേക്ക് നമ്മൾ 1 കപ്പ് മൈദയാണ് ഇടുന്നത്. ആ 1 കപ്പ് മൈദയും ഞാൻ അളന്നിട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ എഗെയിൻ ഇതുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റോളം തന്നെ ഇളക്കേണ്ടി വരും. ആ ഒരു പച്ച ടേസ്റ്റ് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തോ ഒരു പോലെ ആയിരിക്കും കേട്ടോ. അപ്പം നമ്മൾ നന്നായിട്ട് അത് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തിട്ട് ആ ഒരു പച്ച ടേസ്റ്റോട് കൂടി തന്നെ അങ്ങനെ തന്നെയാണ് നമ്മൾ കഴിക്കുന്നത്. ഇതിലിനി വേറെ ഒന്നും മിക്സ് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ പച്ച ടേസ്റ്റ് പോകുന്നത് പോലെ നമ്മൾ വെയിറ്റ് ചെയ്ത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നിങ്ങൾക്ക്. ഇത് ഏകദേശം നിങ്ങൾ ഇറക്കുന്നതിൻ്റെ ഒരു 2 മിനിറ്റ് മുന്നേ കുറച്ച് ഏലക്ക കുത്തിയിടണം കേട്ടോ. അത് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു, പിന്നെയാണ് ആഡ് ചെയ്തത്. പക്ഷേ ടേസ്റ്റിനൊന്നും വ്യത്യാസം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇനി അതൊന്ന് അരിച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇത് ഏകദേശം തയ്യാറായിട്ടുണ്ട് ഈ ഷുഗർ സൊല്യൂഷൻ. അപ്പം ഞാൻ അത് ഒരു ബട്ടർ പേപ്പറിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് നെയ്യാക്കിയിട്ട് അല്ലെങ്കിൽ ബട്ടർ ആക്കിയിട്ട് അതിൽ ബട്ടർ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം പിന്നെ ആ ബട്ടർ പേപ്പറിൻ്റെ മേലെയും ഞാൻ നെയ്യ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. നല്ല ചൂടായിരിക്കും. അപ്പോൾ ഒരു 2 സൈഡിൽ നിന്ന്, അല്ലെങ്കിൽ നമുക്കിതിങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇതിങ്ങനെ തണുത്ത് വരുന്നതിനനുസരിച്ച് ഇങ്ങനെ ഒരു ബോൾ പോലെ ആയിട്ട് സെൻറ്ററിലേക്ക് ആയി കിട്ടും. നമുക്ക് ഈ എക്സസ് ഒന്നും അവിടെ ഇവിടെ ഒട്ടിക്കിടക്കി ഒന്നും ചെയ്യില്ല, കറക്റ്റ് കൺസിസ്റ്റൻസി ആണെങ്കിൽ മാത്രം. നിങ്ങൾക്കത് കൺസിസ്റ്റൻസി നോക്കാനായിട്ട് ഇത് ഏകദേശം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ആ തിളച്ച് വരുന്നുണ്ടെന്നുള്ളത്. അപ്പം ഒന്ന് എടുത്തിട്ട് പച്ചവെള്ളത്തിലേക്ക് ഒന്ന് ഒറ്റിച്ച് നോക്കുക. അത് നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് കട്ടിയാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻസി കറക്റ്റ് ആണ് കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഒഴിവാക്കി എടുക്കാം, അത് ഇങ്ങോട്ട് ഒഴിച്ചെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ കാണുന്നില്ലേ, ഇങ്ങനെ ഒലിച്ചു പോകുന്നൊരു കൺസിസ്റ്റൻസിയാണ്. തണുക്കുന്നതിനനുസരിച്ച് അത് കട്ടി വരുന്നുണ്ട്. ഇത് കുറച്ച് നല്ലൊരു ഇതിലാണ് ഇതിൻ്റെ എല്ലാ പ്രോസസ്സും ഇരിക്കുന്നത്. ഈ ഒരു പഞ്ഞിമുട്ടായ പൊടി ഉണ്ടാക്കുന്നതിലൊന്നും വലിയൊരു കാര്യമില്ല. ഈ ഒരു സംഭവം നമ്മുടേത് കറക്റ്റ് വർക്ക് ആയിട്ടുണ്ടെങ്കിൽ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് സംഭവം കിട്ടും. അല്ല എങ്കിൽ കുറച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോവും. പിന്നെ ആദ്യത്തെ കുറച്ച് സമയം ചൂടിൽ തന്നെ ചെയ്യണം കേട്ടോ. അങ്ങനെ ആകുമ്പോഴാണ് ഇത് കറക്റ്റ് വലിഞ്ഞ് കിട്ടുക. മാക്സിമം എത്രത്തോളം വലിച്ചത് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റുമോ, കൈ വെച്ചിട്ട് അമർത്താതെ വലിക്കുകയും ചെയ്യണം. എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്നാലും എനിക്കത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കാണുന്നില്ലേ നിങ്ങൾ, ഞാനിതിങ്ങനെ വലിച്ചെടുക്കുന്നത്. നമ്മളിങ്ങനെ തൊട്ടെടുക്കുന്ന സമയത്ത് ആ സ്പൂണിൻ്റെ ആ ബാക്ക് ഭാഗത്ത് അങ്ങനെ അങ്ങിരിക്കും. ഇപ്പം ഇങ്ങനെ ആ ഒരു ബട്ടർ പേപ്പറിൽ മാത്രമായിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഇങ്ങനെ ചുറ്റിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ അത് പ്ലേറ്റിൽ നിന്ന് ഒഴിവാക്കി താഴേക്ക് വെച്ച് കൊടുത്തു. അപ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് അത് ആ ഒരു തണുപ്പിലേക്ക് കട്ടിയാവുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തിട്ട് ഞാനതൊന്ന് സ്പൂണിൽ നിന്നെല്ലാം മാറ്റി. ഇനി ഇതിങ്ങനെ നമ്മളൊരു നല്ലൊരു ഷേപ്പിലേക്ക്, ചൂടുണ്ട്, ചെറുതായിട്ടൊരു ചൂടുണ്ട്, ശൂശു എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഞാൻ ചെയ്യണത്. അപ്പം ജസ്റ്റ് അത് വലിച്ച് കുറച്ച് 2-3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വലിച്ചെടുക്കാം.
ഒരു 3-4 തവണ. എന്നിട്ട് ഇതൊരു വൈറ്റ് കളറിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് കണ്ടില്ലേ, നിങ്ങൾക്ക് കളർ ചേഞ്ച് ആവുന്നത്, ആ ഒരു വൈറ്റ് കളറിലേക്ക് ചേഞ്ച് ആവുന്നത് വരെ ഒരു 3-4 വട്ടം ഇങ്ങനെ വലിച്ചെടുക്കുക. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വലിച്ചെടുത്ത് പിന്നെ ഒരു സർക്കിൾ ഫോമിലേക്ക് ചെയ്യുക കേട്ടോ. നമ്മൾ ഒരു 3-4-5 വട്ടം ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും തന്നെ ഇങ്ങനെ ആയി കിട്ടും. എന്നാലും മാക്സിമം തവണ നിങ്ങൾ ചെയ്യാൻ നോക്കുക ഒരു വൈറ്റ് കളറിലേക്ക്. എനിക്കിത് കുറച്ചും കൂടെ ഇങ്ങനെ ചെയ്യണമായിരുന്നു, എനിക്ക് അവിടെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരിക്കലും എനിക്ക് തോന്നുന്നു ഈ പ്ലേറ്റിൽ തന്നെ ഞാൻ പ്ലേറ്റിൽ നിന്ന് ഈ ഫ്ലോറിലേക്ക് ഇറക്കുന്ന സമയത്ത് ഫ്ലോർ ഇവിടെ ഭയങ്കര തണുപ്പായിപ്പോൾ. വിൻ്റർ ആകുമ്പോൾ അറിയാലോ നിങ്ങൾക്ക്, ഫ്ലോർ ആ ഒരു കൗണ്ടർ ടോപ്പ് ഭയങ്കര തണുപ്പായിരിക്കും. ആ കൗണ്ടർ ടോപ്പിലേക്ക് ഇടുന്ന സമയത്ത് അതങ്ങോട്ട് തണുത്ത് പെട്ടെന്ന് അങ്ങോട്ട് മരമായി പോവുമായിരുന്നു. ഞാനത് ഒരു തെറ്റ് ചെയ്തു. ഇനി മുതൽ പ്ലേറ്റിലായിരിക്കും. ചൂട് കാലത്ത് എനിക്ക് കുറച്ചുകൂടെ എനിക്ക് നന്നാവുമെന്ന് തോന്നുന്നു. കാരണം കൗണ്ടർ ടോപ്പ് ഇത്ര അധികം തണുപ്പുണ്ടാവില്ലല്ലോ. കൗണ്ടർ ടോപ്പ് എല്ലാം കൂടെ ഫ്രീസ് ആയിട്ടിരിക്കുകയായിരുന്നു ശരിക്കും. അതിലേക്ക് അങ്ങ് ഇട്ടപ്പോഴേക്കും അങ്ങോട്ട് പെട്ടെന്ന് കൺസിസ്റ്റൻസി മൊത്തം അങ്ങോട്ട് മാറിപ്പോയി. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്ന വെച്ചാൽ ആദ്യം കുറച്ച് 2-3 തവണ ഇങ്ങനെ ഇതിലിട്ടിട്ട് ഈ പൗഡർ വെതറാൻ മറക്കുകയേ ചെയ്യരുത്. അതും ഞാൻ ചെയ്തിട്ടുള്ള ഒരു മിസ്റ്റേക്ക് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ എന്നാലും എനിക്കിത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് തോന്നി കുറച്ചും കൂടെ നമുക്കൊന്ന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് നന്നായിട്ട് പൗഡർ ഇങ്ങനെ ഒരാളും കൂടെ ഉണ്ടാവുന്നതാണ് നല്ലത്. ഒരൊറ്റ ആൾക്ക് മാത്രമാകുമ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാലും നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയി കഴിയുമ്പോൾ അങ്ങോട്ട് ഓക്കെ ആവും. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നതിനനുസരിച്ച് ഒരാൾ പൗഡർ വെതറുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. നമ്മളിങ്ങനെ വലിച്ചിതാക്കുക, വേറെ ഒരാൾ പൗഡർ ഇങ്ങനെ വെതറി തരികയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇവിടുന്ന് തെറ്റ് ചെയ്ത് ഇവിടുന്ന് കുറച്ചിങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്തൊരു തെറ്റെന്ന് പറഞ്ഞാൽ ഞാൻ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടു. കാരണം പാത്രം ചെറുതായതുകൊണ്ട് ഇങ്ങനെ കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ അടുത്ത തവണ എടുക്കുന്ന സമയത്ത് നിങ്ങൾ എടുക്കുന്ന സമയത്ത് കുറച്ച് വലിയൊരു പാത്രം എടുക്കുക. വലിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് ആക്കുക. അപ്പം നമുക്ക് മാക്സിമം ഇങ്ങനെ വലിക്കാനുള്ള ഒരു സ്പേസും കിട്ടും. നമുക്ക് ആ ഒരു പൗഡർ കറക്റ്റായിട്ട് അതിലുണ്ടാവുകയും ചെയ്യും. മാക്സിമം പൗഡർ അതിലിട്ട് വെക്കുകയും ചെയ്യാം. ഇങ്ങനെ ഓരോ വലിയിലും പൗഡർ ഇട്ട് കൊടുക്കാൻ മറക്കുകയും ചെയ്യരുത്. ആ പൗഡർ ഇങ്ങനെ അതിലേക്ക് ഒട്ടുന്നതിനനുസരിച്ചാണ് അത് ആ ഒരു നൂലുകൾ സ്പ്രെഡായി മാറി നിൽക്കുന്നത്. ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തോടു കൂടി പിന്നെ എനിക്ക് അത്രത്തോളം അങ്ങോട്ട് വലിക്കാൻ പറ്റുന്നുണ്ടായില്ല. പെട്ടെന്ന് അങ്ങോട്ട് സ്റ്റിഫായി പോയി കേട്ടോ. എന്നാലും കുഴപ്പമില്ല. ഇതിൻ്റെ അവസാനം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇതിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. എനിക്ക് ഇതെന്നു വെച്ചാൽ അവസാനം ആയപ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇനി അങ്ങോട്ട് വലിക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് ആയിരുന്നു. കുറച്ച് ശക്തിയുള്ള ആളുകളാണെങ്കിൽ കുറച്ചുകൂടെ നന്നാവും. പിന്നെ അങ്ങോട്ട് വലിക്കുമ്പോൾ അങ്ങോട്ട് വരാത്തതുകൊണ്ട് പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് ഇങ്ങനെ ചിപ്പി ഇട്ടിട്ടുണ്ട്. ഇനി വന്നിട്ട് നമുക്ക് ഇതൊരു പാത്രത്തിലാക്കണം, കഴിക്കണം, അത്രയേ ഉള്ളൂ. ടേസ്റ്റ് വൈസ് ഞാൻ പറഞ്ഞില്ലേ, അത് അങ്ങോട്ട് വലിഞ്ഞു വരാത്തത് കൊണ്ട് വായിലിട്ട് അലിഞ്ഞു പോകുന്നതാണോ ചോദിച്ചാൽ ഒന്ന് കടിച്ചു മുറിച്ച് കഴിക്കണമായിരുന്നു. പക്ഷേ ടേസ്റ്റ് സെയിം ആയിരുന്നു, ടേസ്റ്റ് വൈസ് കറക്റ്റ് ആയിരുന്നു. അപ്പം അടുത്ത തവണ ഈ തെറ്റുകളൊക്കെ തിരുത്തിയിട്ട് വേണം നമുക്ക് ഉണ്ടാക്കാനായിട്ട്. ഞാൻ എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുടെ അടുത്താണ് പറയുന്നത്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.